ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ് ബനാന റോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് എത്ര നമ്മൾ റോൾ ഉണ്ടാക്കുന്ന അതിനനുസരിച്ചുള്ള മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കോഴിമുട്ടയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം വേണമെന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ ഏലക്കായാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഷുഗർ 2 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എത്രയാണോ വേണ്ടത് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, നമുക്ക് മധുരത്തിനനുസരിച്ച്. കുറച്ച് പാല് ഇതേപോലെ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് ടൈറ്റൊന്നും അല്ലാത്ത ഒരു ലൂസ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് ലൂസും ആവരുത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി അവിടേക്ക് മാറ്റി വെക്കുകയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്. പഴം എടുത്തിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്, കട്ടി കുറച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നെയ്യാക്കിയിട്ട്, നെയ്യോ ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ വേറെ എന്തെങ്കിലും, അതിൽ ഈ പഴം നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് 1-2 വശവും എങ്ങനെയാണ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. ഓക്കെ. പിന്നെ ഈ സാധനം ഇതിന് മുന്നേ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ പഴം ഇങ്ങനെ 2 വശം ഒന്ന് വേവിച്ചെടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചിട്ട് ഒരു തിന്നായിട്ടുള്ള ഒരു ദോശ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ ദോശ റെഡിയാക്കി എടുക്കാം. കുറച്ചൊരു 2 മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കൊടുക്കുക. ഒരു 75% വേവുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ പഴം ഇങ്ങനെ നീളത്തിൽ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി അത് കുക്കാക്കി എടുക്കാവുന്നതാണ്. ഈ ദോശ ഫുള്ളി വെന്തിട്ടുണ്ടാവില്ലല്ലോ, എന്നിപ്പോൾ ബാക്കിയോടെയും കുക്കാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ റോള് പോലെ ആക്കി പഴം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ റോളാക്കി എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടൊന്ന് നമ്മൾ കുറച്ചുകൂടി ഒന്ന് കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കുക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മെയിൻ പരിപാടി ഇവിടെ കഴിയും. എന്നിട്ട് നമുക്ക് ഇതെടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്കോ എന്തിലേക്കെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് ഇതുണ്ടാക്കുന്നത് വെച്ചാൽ പഴവും ഒക്കെ നമ്മുടെ വയറ്റിലെത്തും. പെട്ടെന്ന് തന്നെ നമ്മൾ ഫില്ലാവും, നല്ല ഹെൽത്തി ആയിട്ട് ഫില്ലാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളൊരു സ്വിസ് റോളൊക്കെ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നല്ല രസമുണ്ടാവും കാണാനും കഴിക്കാനും. ഏത് കുട്ടികളും പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്തായാലും കഴിക്കും. നിങ്ങളും ഒന്ന് ഈ വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക് യു.